വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ വീക്കിലി പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ നോക്കിയാൽ കാണാം ഗോൾഡ് കുറേ കാലം ഇവിടെ ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു, പിന്നെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നു, വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഇപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ഏരിയയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോ എന്ന് പറയുന്ന ഒരു വീക്കിലി ഇംബാലൻസിൽ നിന്ന് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. എനിവേ ഈ ഒരു ഹൈനെയും ലോയിനെയും വീക്കിലി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയേ വീക്കിലിയിൽ മാർക്ക് ചെയ്തിടുന്നുള്ളൂ. ഇനി നമുക്ക് ഡേ ചാർട്ടിൽ പോയിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള കീ ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഡേ ചാർട്ടിൽ പോകുമ്പോൾ ഒരു കീ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് ലാസ്റ്റ് ദിവസം ട്രേഡ് ചെയ്ത, അതായത് കഴിഞ്ഞ ഫ്രൈഡേ ട്രേഡ് ചെയ്ത ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കീ ഏരിയ ആണ്. നോക്കിയാൽ കാണാം ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് പലതവണ വന്നിട്ട് റിജക്ഷൻ തന്നിട്ടുണ്ട്. ഫ്രൈഡേയും അതുപോലെ തന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, അതായത് ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയും നോക്കിയാൽ കാണാം ഒരു പലതവണ മാർക്കറ്റ് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയത് കാണാം. അപ്പോൾ ഇതിനെയും ഡേ ചാർട്ടിൽ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു വീക്കിലിയുടെ ഹൈ ലോയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് രണ്ട് സൈഡിലേക്കും ഒരു കൺസോൾട്ടേഷൻ അഥവാ റേഞ്ച് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വരുന്ന ആഴ്ച ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയേക്കാം, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങിയേക്കാം. ഇതൊക്കെയാണ് സാധ്യത ഉള്ളത്. അപ്പോൾ നമുക്ക് ആ സാധ്യതകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് 4 അവറിലേക്ക് പോവാം. 4 അവറിൽ പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് സംഭവിച്ചിട്ട് നേരത്തെ പറഞ്ഞ ഡേ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇത് ഇത്രയും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്യുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഹൈ, അതായത് ബ്രേക്ക് ഔട്ട് തന്ന ഹൈനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് നല്ലൊരു ക്യാൻഡിൽ ക്ലോഷർ തന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ലൈനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, പക്ഷെ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരാം. അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് ഇവിടെയും നമുക്കൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. തൽക്കാലം അതിനെ മാർക്ക് ചെയ്യുന്നില്ല, കാരണം അവിടേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഇറങ്ങുക എന്ന് വെച്ചാൽ റിയാക്ഷൻ ആയിരിക്കും കിട്ടുക, പക്ഷെ അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇനി ഈ 4 അവറിന്റെ ട്രെൻഡ് ലൈൻ്റെ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് വീണ്ടും കീ ഏരിയാസ് കാണുന്നുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഒരുപാട് സമയം ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ആ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും റീടെസ്റ്റ് എടുത്ത് പോയതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 അവറിലെ കീ ഏരിയാസ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡേയുടെ കീ ഏരിയ ആണ്. ഇതും 4 അവറിലും ഡേയിലും വരുന്ന കീ ഏരിയ ആണ്. എനിവേ നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യത അല്ലെങ്കിൽ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ഒരു ഇംബാലൻസ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എൻട്രിക്ക്. ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റിനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ ഒന്ന് നോക്കിയിട്ട് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടുന്ന് ട്രേഡ് എടുക്കുമ്പോഴും ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക്, ഇപ്പോൾ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയിലേക്ക് വെക്കുക. കാരണം അത് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത
വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം. അതും ഇറങ്ങിയേക്കാം എന്നാണ് പറയുന്നത്. അവിടെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ക്യാൻഡിൽസ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പാടൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു റിട്ടസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീണ്ടും ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു എൻട്രി സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 27,228 എന്ന് പറയുന്ന ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് മുകളിലോട്ട് പോകുമ്പോൾ നേരത്തെ 4 അവറിൽ പറഞ്ഞ പോലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത. ഒരുപക്ഷെ ഇവിടുന്ന് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ആയിരിക്കാം. ഈ 2 ഏരിയയിൽ എവിടുന്നെങ്കിലും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകം നല്ല രീതിയിൽ സൂക്ഷിക്കണം. ഇതാണ് ഇപ്പോൾ ഒരു ബൈ എൻട്രിയുടെ കാര്യം പറയുന്നത്. ആദ്യം ഇവിടുന്ന് ഒരു സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അത് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് നമുക്കൊന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഇറങ്ങിയതിന് ശേഷം മാത്രം എന്തായിരിക്കുക, ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എടുക്കുക. ഇനി ഒരു സെൽ ഓപ്പർച്യൂണിറ്റി അടുത്തതെന്ന് പറയുന്നത് ഇവിടെയെല്ലാം സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസ് ഫെയിലിയർ ആവുകയോ അല്ലെങ്കിൽ മുകളിലോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചിറങ്ങുകയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ വരുന്ന ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വരെ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇവിടം വരെ ബൈ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതൊന്ന് നോക്കാം. ഇതിലൊരു സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ വരെ ഒരുപക്ഷെ സെൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാവുന്നതാണ്. ആ ഒരു ട്രെൻഡ് ലൈൻ ഒരുപക്ഷെ വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത, ഇതൊരു MSS തന്നൊരു ഏരിയ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ തന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, കൃത്യമായ കൺഫർമേഷൻ വേണം. പ്രത്യേകിച്ചും ഹയർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ഒരു രീതിയിൽ നല്ലത്. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ ബൈ ആൻഡ് സെല്ല് പറയുന്നത്. ഇനി ഇവിടെ തന്നെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇവിടെ വന്നു, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് നല്ല രീതിയിലൊന്ന് മാർക്കറ്റ് ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ട്രെൻഡ് ലൈനിൽ റിടെസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയയിലേക്ക്, അതായത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ വീണ്ടും ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞാലും അവിടുന്ന് വീണ്ടും ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപക്ഷെ ഓൾ ടൈം ഹൈ വരെ വരുന്ന ആഴ്ചകളിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എനിവേ, ട്രേഡ് എടുക്കുന്ന ആളുകൾ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. കേട്ടതിന് ശേഷം കൃത്യമായി ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തു വെച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ റിസ്ക് റിവാർഡ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു സെൽഫ് അനാലിസിസും എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയാണ് ഗോൾഡിലെ വീക്കിലി അനാലിസിസ് വരുന്നത്. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം.